കളക്ടർ കളിച്ചത് ആർക്കു വേണ്ടിയെന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ എം നൌഷാദ് MLA, ഈ നഴ്സുമാരുടെ സമരത്തിന്റെ കാര്യത്തിൽ അനുഭാവപൂർവമായ സമീപനമാണ് സർക്കാരിൻ്റേത് എന്ന് മന്ത്രിമാരടക്കം പ്രതികരിച്ചിട്ടുള്ളതാണ്. അങ്ങനെയിരിക്കെ എസ്മ പ്രയോഗിക്കില്ല എന്നുവരെ പ്രഖ്യാപിത നിലപാടുള്ള സർക്കാർ കണ്ണൂർ കളക്ടറെ കൊണ്ട് എന്ത് കളിയാണ് കളിച്ചത്? സ്വകാര്യ ആശുപത്രികളിൽ നിർബന്ധിത സേവനത്തിന് നഴ്സിംഗ് വിദ്യാർത്ഥികളെ പറഞ്ഞുവിടാനുള്ള നിരോധനാജ്ഞയുടെ പിൻബലമോടെയുള്ള ഉത്തരവ് എന്നത് സർക്കാർ അറിയാതെയുള്ള കണ്ണൂർ കളക്ടറുടെ മാത്രം സ്വന്തം ഇഷ്ടപ്രകാരമുള്ള നടപടിയായിരുന്നോ? വേണു, നഴ്സുമാരുടെ സമരത്തിനോട് LDFന് അനുകൂലമായ നിലപാടാണെന്ന് ഇന്നത്തെ LDF യോഗത്തിന് ശേഷം LDF കൺവീനർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവരാവശ്യപ്പെടുന്ന വേതന വർധനവ് ന്യായമാണ് എന്നുള്ള അഭിപ്രായമാണ് സർക്കാരിനുള്ളത്, LDFനുള്ളത്, CITനുള്ളത്. വളരെ കൃത്യമായി. കാരണം ഈ നഴ്സുമാരുടെ ശമ്പളത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്വാഭാവിക ഡെയിലി വേജസിന് തന്നെ 630 മുതൽ 675 രൂപ വരെ നിശ്ചയിച്ചിട്ടുണ്ട്. കണക്കാക്കിയാൽ നിലവിൽ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പകുതി പൈസ പോലും ഇന്ന് നഴ്സുമാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ ചെയ്യുന്നത് വലിയൊരു സേവനമാണ്. അതിനനുസരിച്ചുള്ളൊരു വേതനം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ന്യായമാണ്. ആ സമരത്തെ അവരുടെ ആവശ്യത്തെ ഒരിക്കലും ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല, ആരും എതിർത്തിട്ടേയില്ല. പിന്നെ സ്വാഭാവികമായും ഡോക്ടർമാർ, നഴ്സുമാരെന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ്റെ ജീവൻ കൊണ്ടിട്ട് കളിക്കാൻ പാടില്ലല്ലോ, അത് സ്വാഭാവികമാണ്. അവരുടെ ഒരു ആവശ്യം, അവർക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തെ ഇട്ട് പന്താടാൻ പാടില്ല എന്നുള്ളൊരു മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിൽ ഇപ്പോൾ LDF കൂടി അടിയന്തരമായി തീരുമാനിച്ചു. ഇപ്പോൾ 20-ാം തീയതി തന്നെ മുഖ്യമന്ത്രി നേരിട്ട് രണ്ടു കൂട്ടരുടെയും അവരെ മീറ്റിംഗ് വിളിച്ചു. അന്ന് സമരം തീരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ കൃത്യമായി. അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ ചോദ്യത്തിന് ഉള്ള ഉത്തരവും കൂടി ഇങ്ങനെയൊക്കെയാണ് സമീപനമെങ്കിൽ എന്തുകൊണ്ട് കണ്ണൂർ കളക്ടർ ഈ വിധം പ്രവർത്തിച്ചു? എസ്മ പ്രയോഗിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. മറ്റൊരു രൂപത്തിൽ നിർബന്ധിതമായി സേവനം എന്നത് അടിച്ചേൽപ്പിക്കുകയാണ്. അത് സമരം പൊളിക്കാനാണ്. നഴ്സിംഗ് വിദ്യാർത്ഥികളെയാണ് അതിനുവേണ്ടി നിർബന്ധിതമാക്കുന്നത്. എന്തുകൊണ്ട്? അല്ല, സേവനം എന്നുള്ളത് നിർബന്ധമായി അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് അവർ തൊഴിലെടുക്കുന്ന മേഖല വേണോ. നമ്മളിപ്പോൾ ആശുപത്രികളിൽ നിലവിലുള്ള ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലൊരു സാഹചര്യത്തിൽ, പനി പടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശമ്പള വർധനവിന് വേണ്ടി, ഇപ്പോൾ ശമ്പള വർധനവിന് നമുക്കിപ്പോൾ തീരുമാനമുണ്ടാക്കിയാൽ വേണമെങ്കിൽ മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ തീരുമാനിക്കാൻ വേണ്ടി കഴിയും. അതൊരു പ്രശ്നമേ അല്ല. അതിനകത്ത് വളരെ പോസിറ്റീവായൊരു നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടം നിർത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ചില ശ്രമങ്ങളും ചില ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മുടെ നിലവിൽ മിനിമം വേജസ് കമ്മിറ്റി, മിനിമം വേജ് നിയമം ദുർബലമാണ്. അത് ഈ സമരത്തിൻ്റെയും ഈ വിഷയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അത് പരിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ അന്തിമഘട്ടത്തിലെത്തിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇപ്പോൾ മിനിമം വേജസ് ആ നിയമപ്രകാരം അത് ലംഘിക്കുന്ന ഒരാളിന് വെറും 5000 രൂപ മാത്രമേ ശിക്ഷയായി ഇപ്പം നിലവിലുള്ളൂ. അത് വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ്. അത് മാറ്റണം. അത് 2 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ ആക്കി വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ഒരു പരിധിവരെ ഈ സ്വകാര്യ മാനേജ്മെൻറ്റുകളെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ വാർത്തകളും സമരങ്ങളും ഒക്കെ കാണുമ്പോൾ പ്രതിഭാഗത്ത് സർക്കാരാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. കാരണം പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന ആത്മാർത്ഥത പ്രയോഗത്തിൽ വരുന്നില്ല ശ്രീ നൌഷാദ്. അങ്ങനെ വരുമ്പോഴാണ് സൂക്ഷ്മാർത്ഥത്തിലുള്ള ചില നടപടികൾ വിധേയമാക്കേണ്ടി വരുന്നത്. ശ്രീ നൌഷാദ്, താങ്കൾ പറയുണ്ടായി ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന, കടക്കണിയിലാകുന്ന ഈ സമൂഹമുണ്ടല്ലോ, നഴ്സിംഗ് സമൂഹം, ഇനി ആ കടക്കണിയിലേക്ക് തന്നെ നാളെ വന്നു വീഴാൻ ഒരുങ്ങിയിരിക്കുന്ന ഇരകളാക്കപ്പെട്ട ഈ നഴ്സിംഗ് വിദ്യാർത്ഥി സമൂഹം, ഇവരെയാണ് നിങ്ങൾ സംശയത്തിൻ്റെ നിഴൽ നിർത്തിക്കൊണ്ട് പറഞ്ഞത് ഈ സർക്കാരിനെതിരെ നീങ്ങാൻ ചിലർ പ്രവർത്തിച്ചുവെന്ന്. ആര്? ഇവർ അസംഘടിത വിഭാഗമാണ്. ഇവരുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ കൂട്ടായ്മയിലേക്ക് വന്നവരാണ്. ഈ പറയുന്ന അംഗീകൃത ട്രേഡ് യൂണിയനുകളുടെ ഒന്നും ഭാഗഭാക്കായിട്ടില്ല. അതുകൊണ്ട് അത്ര വലിയ സമ്മർദ്ദ ശക്തിയുമല്ല. ഞാൻ ചോദിക്കുന്നത് ശ്രീ നൌഷാദ്, ഈ സമരത്തെ പൊളിക്കാൻ സ്വകാര്യ ആശുപത്രികൾ അവരുടേതായ നീക്കങ്ങൾ നടത്തിയിരുന്നു. കർണാടകത്തിൽ നിന്നടക്കം നഴ്സിംഗ് വിദ്യാർത്ഥികളെ, ഈ പറയുന്ന നഴ്സുമാരെ ഇങ്ങോട്ടേക്ക് ഇറക്കിക്കൊണ്ട് കൂടുതൽ വേതനം നൽകാമെന്ന ആകർഷകമായ പാക്കേജ് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ നോക്കി. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഈ പറയുന്ന ചൂഷണത്തിന് വിധേയരാകും എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ
കേരളത്തിൽ ഈ ജീവൽ പ്രശ്നം ഉന്നയിച്ച് സമരം ചെയ്യുന്ന സഹപ്രവർത്തകർക്കൊപ്പം നിൽക്കാൻ അവർ തുനിഞ്ഞു. അതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് ഈ ഇറക്കുമതി നടക്കാതെ പോയത്. അന്നത് നടന്നിരുന്നുവെങ്കിൽ സമരം ഭാഗികമായി പൊളിയുമായിരുന്നു. അപ്പോൾ ഇവരുടെ സമര ഐക്യമാണ് ആ സ്വകാര്യ ലോബിയുടെ നീക്കത്തെ തകർത്തത്. ഇവിടെ സർക്കാർ തന്നെ അത് ചെയ്യുകയാണ്. അവിടെയാണ് നിങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. ആ കൂട്ടരല്ല ശ്രീ നൗഷാദ്. അതല്ല വേണുവിന് നമ്മുടെ ഒരു വിഷയത്തെ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ നിലപാടുകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ അങ്ങനെ വ്യാഖ്യാനിച്ച് പോകേണ്ടതിനാണ്. ഇപ്പോൾ ഇന്നിപ്പം 20-ആം തീയതി മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ഇപ്പോൾ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ വിഷയമൊന്നും അല്ലല്ലോ. ശരി, മുഖ്യമന്ത്രി 20-ന് യോഗം വിളിച്ചു, ഇന്ന് 17. 2 ദിവസം കഴിഞ്ഞാൽ ഇത് തീർപ്പാകുമല്ലോ. പിന്നെ എന്തിന് കണ്ണൂർ കളക്ടറിന് ഈ പറയുന്ന പ്രത്യേക താല്പര്യം, കടന്നുള്ള ഈ നടപടി എന്തിന്? അല്ല, അതിനെ സംബന്ധിച്ച് മറുപടി പറയാം. ഇപ്പോൾ എനിക്കും വേണുവിന് ഇതുപോലെ വാർത്ത കേട്ടിട്ടുള്ളൊരു കാര്യം മാത്രമേ എനിക്കതിനെ സംബന്ധിച്ച് അറിയുകയുള്ളൂ. അതിനെ ഉത്തരവാദിത്തപ്പെട്ടവർ സ്വാഭാവികമായും അതിനെ അന്വേഷിക്കും. അതിന് ബന്ധപ്പെട്ടവർ ആ എടുത്ത നിലപാട് എന്തുകൊണ്ടാണെന്ന് ആ ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായി മനസ്സിലാക്കാതെ ഒരു മറുപടി കൃത്യമായി പറയാൻ കഴിയില്ല. ശരി, സ്വാഗതാർഹമാണ്. പക്ഷേ വിശാലാർത്ഥത്തിൽ താങ്കൾ ഈ സമരത്തിനൊപ്പം നിൽക്കുന്നത് സ്വാഗതാർഹമാണ്. വളരെ ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ എൻ സിറോജ്, എന്തായിരുന്നു ഈ കളക്ടറുടെ നീക്കം? നിങ്ങൾ അതിനെ അതിജീവിച്ചത് ഏതു വിധത്തിലാണ്? കേരളത്തിലെ നേഴ്സുമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി UNA ആഭിമുഖ്യത്തിൽ ശക്തമായ സമരപ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഇന്നലെ കണ്ണൂർ കളക്ടർ ഇങ്ങനെയൊരു നടപടി എടുക്കുകയുണ്ടായത്. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ നഴ്സിംഗ് കോളേജിലെയും അതുപോലെ തന്നെ നഴ്സിംഗ് സ്കൂളിലെയും വിദ്യാർത്ഥികളെ മറ്റു ഹോസ്പിറ്റലുകളിൽ ദിവസക്കൂലി 150 രൂപ നൽകി ജോലിക്ക് വിടണമെന്നാണ് കളക്ടറുടെ ഉത്തരവ്. ഇതുകൂടാതെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഈ പറഞ്ഞതുപോലെ ജോലിക്ക് പോകാതിരുന്നാൽ ആ വിദ്യാർത്ഥിക്കെതിരെ സസ്പെൻഷൻ കൊടുക്കണമെന്നാണ് കളക്ടർ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ വെറും നഴ്സിംഗ് സ്റ്റുഡൻസാണ്. ഞങ്ങൾക്ക് INC-ലോ KNMC-ലോ രജിസ്ട്രേഷൻ പോലും ഇല്ല. ആ ഞങ്ങളെ കണ്ണൂർ ജില്ലയിലെ പല ഹോസ്പിറ്റലുകളിൽ ലൂട്ടിക്കിട്ടാൽ അവർക്ക് ഏതെങ്കിലും രോഗിക്ക് ഞങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അപകടമോ അതോ ഞങ്ങളുടെ ചികിത്സയിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടായാൽ ശരിക്കും അതൊരു ക്രിമിനൽ കുറ്റമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ INC-യുടെ ആർട്ടിക്കിളിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റ് സ്വമേധയാൽ ഒരു പേഷ്യൻറ്റിനെ ചികിത്സിച്ചാൽ അതൊരു ക്രിമിനൽ കുറ്റമായി മാറും. അങ്ങനെ ഞങ്ങൾ വിദ്യാർത്ഥികൾക്കൊരു ക്രിമിനൽ കുറ്റം ഉണ്ടായാൽ അത് ആര് ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങൾ കളക്ടറോട് ചോദിക്കാനുള്ളത്. ഞങ്ങൾ ഇന്ന് UNA പോഷക സംഘടനയായ UNSA നേതൃത്വത്തിൽ പരിയാരത്തിൽ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. ആ സമരത്തിൽ ഞങ്ങൾ പറയുകയുണ്ടായി, ഈ കണ്ണൂരിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് ലാഭമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സഹകരണവും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. അങ്ങനെ ഞങ്ങളുടെ UNA സമരത്തെ നശിപ്പിച്ചുകൊണ്ട് അഥവാ നഴ്സുമാരുടെ സമരത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനത്തെ ഞങ്ങൾ വിദ്യാർത്ഥികൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കളക്ടർ എത്രയും പെട്ടെന്ന് തന്നെ ഈ തീരുമാനം മാറ്റിയെടുക്കുന്നത് വരെ ഞങ്ങൾ വിദ്യാർത്ഥികൾ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, ഞാൻ തിരികെ എത്താം. ശ്രീ ലിബിൻ തോമസ്, പക്ഷേ കണ്ണൂരിൽ ചില സ്ഥലങ്ങളിൽ ഈ കളക്ടറുടെ ഉത്തരവ് പാലിക്കപ്പെട്ടിട്ടുണ്ട്. നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികളിൽ സേവനം നൽകിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അതിൻ്റെ നിജസ്ഥിതി താങ്കൾ പരിശോധിച്ചോ? എൻ്റെ അറിവിൽ പൂർണ്ണമായ രീതിയിൽ ഇറങ്ങാതെ ജോലിക്ക് പ്രവേശിക്കാതിരുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. അവർ പൂർണ്ണമായി 240ഓളം വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. 240 വിദ്യാർത്ഥികളും അവിടെ സമരത്തിലാണ്. INA കഴിഞ്ഞ 20 ദിവസമായി കണ്ണൂർ ജില്ലയിൽ നടത്തി വരുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥി സമൂഹം, കേരളത്തിലെ നഴ്സിംഗ് വിദ്യാർത്ഥി സമൂഹം ഞങ്ങളുടെ സമരത്തിനൊപ്പം നിന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മാത്രമല്ല അവർക്ക് ആ കുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യതയും INA-ക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ചിട്ട് കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ മറ്റ് ആശുപത്രികളിൽ കളക്ടർ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്ന മറ്റ് ആശുപത്രികളിലേക്ക് കുട്ടികൾ പോയിട്ടുണ്ട്. കാരണം അവരെ ഭീഷണിപ്പെടുത്തി തന്നെയാണ് മാനേജ്മെൻറ്റുകൾ പറഞ്ഞയച്ചതെന്ന് ഞാൻ അറിയുന്നു. അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. അവരുടെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യും മുതലുള്ള ഭീഷണികൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും കളക്ടറുടെ ഓർഡറിൽ പോലും ആ രീതിയിൽ ഉണ്ട്. സ്വാഭാവികമായും കുട്ടികൾ അവരുടെ ഭാവിയെപ്പറ്റി ഭയപ്പെടുന്നു. പക്ഷേ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ, ജോലിക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന ഓർത്തുള്ള ഭയപ്പാട് അവർക്കുണ്ട്. ഞങ്ങളെ അവർ ബന്ധപ്പെട്ടിരുന്നു.
ഞങ്ങൾ INC-ക്കും KNC-ക്കും ഇന്ന് രാവിലെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഈ കളക്ടറുടെ നടപടിയെ ചോദ്യം ചെയ്ത് നാളെ ഹൈക്കോടതിയിൽ ഞങ്ങൾ ഹർജി നൽകും. സ്വാഭാവികമായും ഈ നടപടിയെ ഞങ്ങൾ എതിർക്കും. ഞങ്ങൾ മുമ്പ് തന്നെ ഗവൺമെൻറ് അടുത്ത് പ്രപ്പോസൽ വെച്ചതാണ്. ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ആശുപത്രികൾ അടച്ചു കിടക്കുന്നത് മൂലം ഏതെങ്കിലും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ആശുപത്രിയിലെ വാർഡുകൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ സൗജന്യമായി നഴ്സുമാർ നൽകാമെന്നൊരു പ്രപ്പോസൽ INA മുമ്പേ വെച്ചിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട നൗഷാദ് MLA പറഞ്ഞതുപോലെ തൽപര കക്ഷികളുടെ ഒരു സമരമായിട്ടോ സർക്കാരിനെതിരായിട്ടുള്ള സമരമായിട്ടോ ഇതിനെ കാണേണ്ടതില്ല. ഞങ്ങൾ സമരം ചെയ്യുന്നത് കേരളത്തിലെ നഴ്സും സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ്. കണ്ണൂർ ജില്ലയിലെ കളക്ടർ ഏതോ ചില തൽപര കക്ഷികളുടെ ചട്ടുകമായി മാറുകയാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങളുടെ സമരം ഈ സർക്കാരിനെതിരല്ല. പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സമരം സർക്കാരിനെതിരായിട്ടല്ല. ഈ സർക്കാരിൽ ഈ മുഖ്യമന്ത്രിയുടെ പൂർണ്ണ വിശ്വാസം മുമ്പും ഇപ്പോഴും രേഖപ്പെടുത്തുകയാണ്. ഡോക്ടർ മുജീബ് റഹ്മാൻ, ഇവിടെ ആരോഗ്യ കേരളത്തിൻ്റെ ഉത്കണ്ഠകൾ അത് നഴ്സിംഗ് സമൂഹം പരിശോധിക്കണം, അതുകൊണ്ട് ആത്മപരിശോധന നടത്തണം, ഇങ്ങനെയൊക്കെയുള്ള പൊതുനിലപാട് ഉയർന്നു വന്നിരുന്നു. സമരത്തിൽ നിൽക്കുന്നതിൽ നിന്ന് പിന്തിരിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പനിയൊക്കെ പടർന്നു പിടിക്കുന്ന പ്രത്യേക സാഹചര്യവും ചൂണ്ടിക്കാട്ടപ്പെട്ടു. പക്ഷേ ഈ കളക്ടർ എത്ര ഉത്തരവാദിത്വത്തോടെയാണ് ഈ കാര്യം കൈകാര്യം ചെയ്തത്? ഇവിടെ കേരള നഴ്സിംഗ് അസോസിയേഷൻ, ഇന്ത്യൻ നഴ്സിംഗ് അസോസിയേഷൻ, ഇവരുടെ പെർമിഷൻ വാങ്ങിയിട്ടില്ല കളക്ടർ. ബന്ധപ്പെട്ട അധികൃതരുമായി ചർച്ച നടത്തിയിട്ടില്ല കളക്ടർ. ഇവിടെ ആ വിദ്യാർത്ഥി പറഞ്ഞത് കേട്ടില്ലേ? ആ വിദ്യാർത്ഥി പോയി ഇത് ചെയ്താൽ എന്തെങ്കിലും അപാകത ഉണ്ടായാൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. ആ വിദ്യാർത്ഥിയാണ് പിന്നെ നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടി വരുന്നത്. ഒരു കളക്ടറുടെ വിവരദോഷം അത് അങ്ങനെ തന്നെ ഒരു സൗകര്യമായി കണ്ടുകൊണ്ട് സ്വകാര്യ ആശുപത്രികൾ ആ സേവനം പിടിച്ചു വാങ്ങുന്നു എങ്കിൽ അതെത്രമാത്രം ഈ ആരോഗ്യരംഗത്തെ പറ്റിയുള്ള ഉത്കണ്ഠയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്? അതോ ഈ സമരം പൊളിക്കാനുള്ള ദുഷ്ടലാക്കോടെയോ? ഈ കളക്ടർ സ്വകാര്യ ആശുപത്രി കൂട്ടായ്മ കണ്ണൂരിലെ മാത്രം പ്രതിഭാസമാണോ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല വേണു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള പനി ബാധിച്ചിട്ടുള്ള വളരെ ആശുപത്രികളിലെല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഈ സമരം വന്നിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു കണക്ക് പറയുകയാണെങ്കിൽ 1307 പ്രൈവറ്റ് ആശുപത്രികൾ കേരളത്തിലുണ്ടെങ്കിൽ അതിൽ ഏകദേശം 1100 ആശുപത്രികളും 100 ബെഡിൽ താഴെയുള്ള ആശുപത്രികളാണ്. ഈ 100 ബെഡിലുള്ള ആശുപത്രിയാണ് കേരളത്തിലെ ആരോഗ്യ പരിപാലനം സർക്കാരിനെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഈ നഴ്സിംഗ് വിദ്യാർത്ഥികൾ രോഗികളുടെ അടുത്ത് തീരെ വരാത്ത ആളുകളല്ല കേട്ടോ. നഴ്സിംഗ് വിദ്യാർത്ഥികൾ മറ്റുള്ള നഴ്സുമാരുടെ കൂടെ നിന്നുകൊണ്ട് വാർഡുകളിൽ രോഗികളെ പരിചരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതിന് മുന്നും അവർക്ക് ഇതിന് തീരെ പരിചയമില്ലാത്ത ആളുകളോ യാതൊരു തരത്തിൽ INC-യുടെയും KNC-യുടെയും ഒക്കെ റൂളുകൾ അനുസരിച്ച് തന്നെ ഇവർ വാർഡുകളിൽ പണിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പണിയെടുത്ത് ഇത് ഒറ്റയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് കളക്ടർ ഒറ്റയ്ക്ക് അവർക്ക് ഡ്യൂട്ടി കൊടുത്തിരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. മറ്റ് അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സുമാരുടെ കൂടെ നിന്ന് ഡോക്ടർമാരുടെ കൂടെ നിന്നുകൊണ്ട് അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കാനുള്ളൊരവസരവും അതായത് നമ്മൾ സാധാരണക്കാരായ രോഗികളെ ആശ്രയിക്കുന്ന ചെറുകിട ആശുപത്രികളുണ്ട്. കണ്ണൂരും കാസർഗോഡൊന്നും വലിയ മെഗാ ഹോസ്പിറ്റൽസുകളൊന്നും ഇല്ല. കോർപ്പറേറ്റ് ആശുപത്രികൾ അവിടെ പ്രവർത്തിക്കുന്നില്ല. അവിടെ വലിയ ആശുപത്രി എന്ന് പറഞ്ഞത് നമ്മളെ കോപ്പറേറ്റീവ് ആശുപത്രിയാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെറുകിട ആശുപത്രികളാണ് അവിടെ ബാക്കിയുള്ള ആശുപത്രികളുള്ളത്. അപ്പോൾ ആ ആശുപത്രികളിലെ സേവനം മുടങ്ങിയാൽ അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് പ്രശ്നമുണ്ടാകുന്നത് കൊണ്ടുകൊണ്ട് അവിടുത്തെ കളക്ടർ എടുത്തിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. കാരണം നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നഴ്സിംഗ് പഠനത്തിൻ്റെ ഭാഗം തന്നെയാണ് സത്യത്തിൽ. അത് അവർ ആശുപത്രികളിൽ വാർഡുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമാണ്. ശരി, താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ VV രാജേഷ്, സ്വകാര്യ ആശുപത്രികൾ ഈ നഴ്സുമാർക്ക് അവരർഹിക്കുന്ന വേതനം നൽകാതെ ദീർഘകാലമായി ചൂഷണം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി അവർ സമരമുഖത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പോഴും ശ്രീ നൗഷാദ് MLA പറഞ്ഞതുപോലെ ഈ ദിവസവേതനത്തിൻ്റെ കാര്യത്തിൽ മറ്റ് ഏതൊരു വിഭാഗത്തെക്കാൾ, അസംഘടിത വിഭാഗത്തെക്കാൾ എത്രയോ താഴെയാണിവർ. ഇവരാകട്ടെ ഏറ്റവും കൂടുതൽ സമയം ജോലി ചെയ്യുന്നവരാണ്. എന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടി ഈ പറയുന്ന അകമഴിഞ്ഞ് പ്രവർത്തിക്കുന്ന വിഭാഗമാണ്. അവരാണ് ഇത്ര വലിയ ചൂഷണത്തിന് വിധേയരാകുന്നത്. നാം അതിൻ്റെ കാരണക്കാരായി കണ്ടെത്തിയിരുന്നത് ഈ സ്വകാര്യ ആശുപത്രികളെയുമാണ്. ഇവിടെ പക്ഷേ സർക്കാർ ഒരു പ്രത്യേക രൂപത്തിൽ പ്രവർത്തിക്കുന്നു. ഒരു ഉത്തരവിറക്കുകയാണ്, എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യപ്പെടും, നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട തുടർ പഠനം സാധ്യമാകാതെ വരും, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയേ പറ്റൂ, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തേ പറ്റൂ. ഇങ്ങനെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ ഈ സ്വകാര്യ മെഡിക്കൽ ലോബി ഏത് രൂപത്തിലാണോ അവിടെ നഴ്സുമാരെ ഭീഷണിപ്പെടുത്തുന്നത്, സമാനമായ അതേ സമീപനം ഒരു സർക്കാരും പുലർത്തുകയാണ്.
ഒരു വിചിത്രമായ ഉത്തരവിലൂടെ. അപ്പോൾ ഈ സർക്കാരും സ്വകാര്യ മെഡിക്കൽ ലോബിയും ഈ ഘട്ടത്തിൽ, നാം ഈ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഒരേ ദുവൽ പക്ഷികളാണോ വി രാജേഷ്? കാരണം ഇവർ അക്രമാസക്തരാകുന്നത് ആർക്കെതിരെയാണ്? ഇവർ നിങ്ങൾ നാവടക്കൂ പണിയെടുക്കൂ എന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നത് ആരുടെ